നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ട്രൂ മാർക്കറ്റിംഗ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ വർഷത്തെ ഏറ്റവും വില കുറഞ്ഞ 5G ഫോണിന്റെ വിശേഷമാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം. മോട്ടോറോളയുടെ ഭാഗത്തുനിന്നുള്ള ഏറ്റവും വില കുറഞ്ഞ 5G ഫോണാണ് മോട്ടോ G51 5G. ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തുമാണെങ്കിൽ 6.8 ഇഞ്ച് ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനായി 120 നിറ്റ്സിന്റെ റീഫ്രഷ് റേറ്റും കൂടി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ടച്ച് സാമ്പിൾ വന്നിരിക്കുന്നത് 214 നിറ്റ്സ് ആണ്. ഫോണിന്റെ ക്യാമറയുടെ ഭാഗത്തുമാണെങ്കിൽ പിറകിൽ 3 ക്യാമറ കൊടുത്തിരിക്കുന്നു. 8 മെഗാപിക്സൽ ക്യാമറ വന്നിരിക്കുന്നത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, അതുപോലെ ഡെപ്ത് സെൻസറായും ഇത് വർക്ക് ചെയ്യുന്നു. സെക്കൻഡ് ക്യാമറ വന്നിരിക്കുന്നത് 50 മെഗാപിക്സൽ ആണ്, അതും സാംസങ്ങിന്റെ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. തേർഡ് ക്യാമറ വന്നിരിക്കുന്നത് 2 മെഗാപിക്സലിന്റെ മേക്കോ സെൻസറാണ്. മുൻഭാഗത്തെ സെൽഫി ക്യാമറ വന്നിരിക്കുന്നത് 13 മെഗാപിക്സൽ ആണ് കൊടുത്തിരിക്കുന്നത്, അതും പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ പെർഫോമൻസ് സൈഡിൽ നിന്ന് നോക്കിയാൽ സ്നാപ്ഡ്രാഗണിന്റെ 480 5G ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഫോൺ വർക്ക് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ലെവലിൽ അധിഷ്ഠിതമായിട്ടാണ്. ഫോണിന്റെ OS വന്നിരിക്കുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. ഈ ഫോൺ 5G ഫോൺ ആയതിനാൽ തന്നെ മോട്ടോ ഇതിൽ 12ഓളം 5G ബാൻഡുകൾ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ റാം ടൈപ്പ് വന്നിരിക്കുന്നത് LPDDR4X റാം ആണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് വന്നിരിക്കുന്നത് eMMC സ്റ്റോറേജ് ആണ്. അതുപോലെ ഫോണിൽ കരിയർ അഗ്രിഗേഷൻ സംവിധാനം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4x4 നിമോ ടെക്നോളജിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നല്ല രീതിയിലുള്ള മൊബൈൽ റേഞ്ച് ഈ മൊബൈലിൽ ലഭിക്കുന്നു. അതുപോലെ ഈ ഫോൺ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ NFC ഫീച്ചറും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ഫീച്ചേഴ്സായ വൈഫൈ കോളിംഗ്, ബ്ലൂടൂത്ത് വേർഷൻ 5.1 ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ബോഡി വന്നിരിക്കുന്നത് മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടാണ്. അതുപോലെ IP52 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനം കൂടി ഈ ഫോണിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ചെറിയ രീതിയിലുള്ള വെള്ളം കൊണ്ടാൽ തന്നെ ഇതിൽ പ്രശ്നം സംഭവിക്കില്ല. ഫോണിന്റെ വലതുവശം നോക്കിയാൽ പവർ ബട്ടൺ കാണാം, അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സും കാണാം. കൂടാതെ ഗൂഗിൾ അസിസ്റ്റന്റ് ബട്ടണും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. പവർ ബട്ടണിൽ തന്നെയാണ് ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിട്ടുള്ളത്. ഇടതുവശം നോക്കിയാൽ സിം ട്രേ കാണാം. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. 2 സിമ്മും 5G ആണ്. മുകളിൽ നോക്കിയാൽ സെക്കൻഡറി നോയിസ് ക്യാൻസൽ മൈക്ക് കാണാവുന്നതാണ്. താഴെ നോക്കിയാൽ 3.5mm ഓഡിയോ ജാക്കറ്റ്, അതുപോലെ തന്നെ മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി ചാർജ് പോർട്ട്, അതുപോലെ തന്നെ സ്പീക്കറുകൾ കാണാവുന്നതാണ്. സ്പീക്കർ വന്നിരിക്കുന്നത് മോണോ സ്പീക്കറാണ്. മാത്രമല്ല ഡോൾബി അറ്റ്മോസ്ഫിയർ ഫീച്ചറും കൂടി ഈ ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോണിന്റെ ബാറ്ററിയുടെ ഭാഗമാണെങ്കിൽ 5000 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതിന് ചാർജിങ്ങിനായി 20 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഫോണിന്റെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 208 ഗ്രാം ആണ്. ഈ മൊബൈൽ നമുക്ക് ഒറ്റ വേരിയന്റിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. 4GB റാം, 64GB സ്റ്റോറേജ്. ഈ മൊബൈൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ വാങ്ങുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.